എന്താണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത്? ഇവിടെ ഒന്നും ആരും കണ്ടില്ലെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് നോക്ക് സരോജ, ഞാനും എന്റെ ഗുരുവും സ്ഥിരമായിട്ട് വന്നിരുന്ന് കള്ളു കുടിക്കുന്ന സ്ഥലമായത്. ഞാൻ ഗുരു അറിയാതെ ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്യാറുണ്ട് സീക്രട്ട് ആയിട്ട്. വന്ന കാര്യം വേഗം തീർക്കാൻ നോക്ക്. എനിക്ക് വേണ്ടി അവിടെ ഒരുപാട് പേര് കാത്തിരിക്കുക. അയ്യോ, ഇവള് വല്ലാത്ത സ്പീഡാണല്ലോ. ഇവളെ ഒതുക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. വേറെ ആരെങ്കിലും വേണം. ജസ്റ്റ് എ മിനിറ്റ്. എവിടെയാടാ? ഇവളെ ഒതുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ദാ വരുന്നു. എടാ, ആരടാ അത്? എടാ, എന്താ നേരത്തെ ചെയ്യുന്നേ? എന്റെ പൊന്നാനിയ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? വെള്ളം അടിച്ച അലമ്പാണല്ലോ. സ്വപ്ന, അവനിട്ടൊരു പണി കൊടുക്ക്. Nobody can stop me. ഇന്ന് ഇവളുടെ കട്ടപ്പാടം ഞാൻ മടക്കും. സരു, എന്റെ ഒരു ചൂളമടിയിലെ ഫീലായി പോയല്ലേ. Wow, what a sexy body. Ready, I am also ready. സരു, എന്തിനാ ഇത്ര ആർഭാടമൊക്കെ? ഞാൻ നല്ല സരസന കൊച്ചു കള്ളി. നീ എന്ത് പണിയാടാ ചെയ്യുന്നേ? ഏതോ ഞരമ്പ് അവിടെ ഇവിടെ ഒക്കെ ചൂടായല്ലേ? ചുമ്മാ അറിയാതെ ഒന്ന് എടുത്ത് ചാടിയതാ. ഇതുപോലെ എത്ര തെറ്റ് ചെയ്തു നീ? ഒരുപാട് ചെയ്തിട്ടുണ്ട്. സൂര്യയുടെ കുടുംബത്തിന് നീ എന്താ ചെയ്തേ? അങ്ങനെയൊക്കെ ചോദിച്ച മുഖത്ത് ഞാൻ തുണിയൊക്കെ കെട്ടിവെച്ച് അവരെ ഞാൻ പല പ്രാവശ്യം പിശാസിനെ പോലെ പേടിപ്പിച്ചിട്ടുണ്ട്. എന്തിന്? അങ്ങനെയൊക്കെ ചോദിച്ച അയാൾ ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയാൽ എനിക്ക് ആ വീട്ടിൽ കയറി ചെന്ന് ചെറിയ തരികടയൊക്കെ കാണിക്കാമല്ലോ. തെറ്റല്ലേ? അതൊരു തെറ്റല്ല, 1.5 തെറ്റാ. മുഖത്ത് തന്നെ അടിക്കാം. അങ്ങനെയല്ലടാ. നീ എന്താടാ ഈ പറയുന്നേ? ഞാൻ അങ്ങനെ ആർക്കാ ദ്രോഹം ചെയ്തേ? നീ ആലോചിച്ചാണോ ഈ സംസാരിക്കുന്നതൊക്കെ? നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് പറയാച്ചാ. നിന്നോടിപ്പോ ഞാൻ എന്താ പറയണ്ടേ? എന്റെ കല്യാണത്തിന് മുമ്പ് നടന്ന കാര്യങ്ങളായത്. ഇതൊക്കെ ഇപ്പൊ എന്തിനാ പറയുന്നേ? ആ വിഷയമാണ് ഇതിനെല്ലാത്തിനും കാരണം വെച്ചാ. കാര്യം എന്താണെന്ന് പറ. ഞാൻ നിന്റെ അമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പെണ്ണിനെ സ്നേഹിച്ച് കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴുള്ള എന്റെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അത് നടന്നില്ല. എന്തുപറ്റി? ഇപ്പൊ അവരെവിടെയുള്ളേ? ഞാൻ നിന്റെ അമ്മയെ കല്യാണം കഴിക്കാൻ പോകുന്ന വിവരം അവരറിഞ്ഞ് അവൾ ഒരു ദിവസം നേരിട്ട് എന്റെ അടുത്തെത്തി. എന്നെയും എന്റെ കൊച്ചിനെയും കൊണ്ടുപോകണമെന്ന് അവള് കാല് പിടിച്ച് എന്നോട് പറഞ്ഞു. എന്നാ അപ്പോഴത്തെ എന്റെ സാഹചര്യം വെച്ച് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എങ്കിലും നീ എനിക്ക് കുറച്ച് സമയം താ, എല്ലാവരെയും ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കാന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും അവൾ കേൾക്കാൻ തയ്യാറായില്ല. അതിനുശേഷം പിന്നെ എന്താണ്ടായേ? കുറച്ച് നാളുകൾക്ക് ശേഷം നിന്റെ അമ്മയോടെല്ലാം തുറന്നു പറഞ്ഞ് അവളെ വിളിച്ചു കൊണ്ടുവരാന്നൊരു തീരുമാനമെടുത്ത് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ അവളെ തേടിപ്പോയി. എന്നാ അതിനുള്ളിൽ തന്നെ അവക്കൊരിക്കലും സംഭവിക്കരുതെന്ന് വിചാരിച്ചതെല്ലാം സംഭവിച്ചു. അവളും അവളുടെ കുഞ്ഞും ആത്മഹത്യ ചെയ്തു. അന്ന് എന്റെ മനസ്സിലുണ്ടായ സങ്കടം ആരോട് തുറന്നു പറയാൻ കഴിയാതെ ആ നിമിഷം മുതൽ ഇന്ന് വരെ ആരെയും അറിയിക്കാതെ ഞാൻ ഓരോ ദിവസവും ഞാൻ മരിച്ച് ജീവിക്കുകയായിരുന്നു മോനെ. അച്ഛാ, അവരുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? എന്റെ കയ്യിലുണ്ട്. പക്ഷെ ആ ഫോട്ടോ ഞാൻ എവിടെ വെച്ച പോലെ ഉണ്ട്. സത്യം പറഞ്ഞാ അതെവിടെ വെച്ചെന്ന് പോലും ഞാനിപ്പോ ഓർക്കുന്നില്ല. നമുക്കൊന്ന് നോക്കാം. ഓം അഭയാഞ്ജനേയ, ഓം ശ്രീ ആഞ്ജനേയ, വീരഹനുമാൻ, ജയ് വീരഹനുമാൻ, ജയ് ജയ് വീരഹനുമാൻ, ജയ് ആഞ്ജനേയ. ഈ വീട്ടിലെ അനിഷ്ട സംഭവങ്ങൾക്ക് ഈ ഫോട്ടോയാണ് കാരണം. എന്റെ ഫോട്ടോയോ? എന്റെ ഫോട്ടോ എന്താ ഇങ്ങനെയായത്? ആദ്യം ഈ ഫോട്ടോ എടുത്ത് ദൂരെ കളയൂ. തല്ലി പൊട്ടിക്കോ. എന്തിനാ? ദുഷ്ടശക്തികൾ ഇവിടെ ഉണ്ട്, പൊട്ടിക്കൂ. ശരി സ്വാമി. ദക്കാര ബുക്കാര ബുക്കാല ദക്കാര 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 ധൂം ധാ ധൂം ഫട്ട്. അമ്മേ, ഈ ഫോട്ടോ ആരുടെയാ? ഇതെങ്ങനെ പുറകിൽ വന്ന്? ആരെവിടെ വെച്ച്? ഇതാ സുധാറാണി. എന്റെ അമ്മയുടെ ഫോട്ടോയുടെ പുറകിൽ വെച്ചത് ഞാനാണ്. പക്ഷെ ഇത്രയും കാലം ഇത് എവിടെയാ വെച്ചതെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ലായിരുന്നു മോനെ. ഞാനിപ്പോ വരാച്ചാ.
സ്വപ്ന സ്വപ്ന ഇത്രയും നാളെ എന്റെ വീട്ടിൽ നടന്ന പ്രശ്നങ്ങളുടെ കാരണം എന്താണെന്നറിയോ? അറിയാം, എന്റെ ആന്റി സുധാറാണി. എന്താ പറയുന്നേ? അപ്പൊ അവര് പ്രേതമാണ്. ഞാൻ നിന്റെ സഹായത്തിന് വേണ്ടിയാണ് ഈ ബംഗ്ലാവിലോട്ട് വന്നത്. നിന്റെ അച്ഛന്റെ ഗുരുദിശ മാറുന്നവരെ അവരുടെ ആത്മാവ് ആ കുട്ടിയോടൊപ്പം ആ ബംഗ്ലാവിൽ തന്നെ കാണും. രണ്ടുപേരും ഒരേ സ്ഥലത്തുള്ളത് കൊണ്ട് കണ്ടുമുട്ടി. അപ്പൊ മോളേതാ? സുധാറാണിയുടെ മോൾ പ്രേതം തന്നെയാണ്. എനിക്ക് ആകെ പേടിയാവുന്നു. അവരുടെ അടുത്ത് എന്റെ അച്ഛനെ രക്ഷിക്കണം. നീ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനത് മുൻപ് ശ്രമിച്ചതാ സൂര്യ, പക്ഷെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ദേശത്തിലും പകയിലുമാണ് അവര്. അപ്പൊ ഈ പ്രശ്നത്തിന് വേറെ പരിഹാരമൊന്നുമില്ലേ? ഞാൻ പറയുന്ന പോലെ ചെയ്താ എല്ലാം ചിലപ്പോ ശരിയാകും. എന്താന്ന് പറ. അച്ഛൻ ആരാന്നറിയാത്തൊരു കൊച്ച് ഈ ലോകത്ത് എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് നിനക്കറിയാവോ? എന്നിട്ടും അവൾ എത്ര വർഷങ്ങൾ കഴിച്ചുകൂട്ടി. എവിടെ പോയാലും ആൾക്കാർ അനാവശ്യം പറയുന്നത് കേട്ട് സഹിച്ച് ബനിലയുടെ അച്ഛൻ ആരാന്ന് പുറത്ത് പറയാതെ കൊച്ചിനെയും കൂട്ടി അവര് രണ്ടുപേരും ആത്മഹത്യ ചെയ്തു. ഇപ്പൊ അവരെന്താ ചെയ്തോണ്ടിരിക്കുന്നത്? അവരാവേശം കൊണ്ട് രുദ്രതാണ്ഡവം ആടുകയാണ്. ഗുരു, എന്താ ഇതൊക്കെ? പൂജ എന്തിനാ? പിണ്ടം എന്തിനാ? ഫോട്ടോ എന്തിനാ? മഞ്ഞപ്പൊടി എന്തിനാ? ഇത് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല, അതാ ചോദിച്ചേ. ഈ ഫോട്ടോയിൽ കാണുന്ന പെണ്ണാണ് സുധാറാണി. ഞാൻ പറഞ്ഞിട്ടില്ലേ ആ മഹാരാജന്റെ പേരക്കുട്ടി? അതാ ഇവൾ. ഞാൻ ആദ്യം ഇവിടെയാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഓ, അത് പറ. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചോഹമോഹനായിരുന്നേ അല്ലേ? ചേട്ടാ, എന്നാ ദർപ്പണം അങ്ങോട്ട് സമർപ്പിക്കുക. പാണിഭ്യാമളി പൂർണ്ണരത്ന ചഷകം രക്തോദ്ബലം വിഭ്രതീം സൗമ്യാം രത്നകടസ്ഥാം രത്നചരണാം ധ്യായത് പരാം അംബികാം. എന്നാ തൊട്ട് തൊഴുതോളൂ. നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയില്ലെങ്കിലും ഇന്നും നിന്നെ ഞാൻ എന്റെ ഭാര്യയായിട്ടാണ് കാണുന്നത്. ഈ ഇരിക്കുന്ന മീനാക്ഷി വേറെ ആരുമല്ല, എന്റെ അമ്മാവന്റെ മോളാണ്. എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി അവൾക്ക് പലതും അനുഭവിക്കേണ്ടി വന്നു. ആ കുടുംബത്തിനോടൊരു നന്ദി കാണിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തയ്യാറായി നിന്ന ഇവളെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് താലി കെട്ടേണ്ടതായി വന്നു. ആ സമയത്ത് ഞാൻ വേറെ ഒരു കാര്യങ്ങളും ചിന്തിച്ചില്ല. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് നീ മറ്റൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു. നീ മരിക്കാനുള്ള കാരണം ഞാൻ തന്നെയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. നീ ഞങ്ങളോട് ക്ഷമിച്ച് നിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചേച്ചി, ദയവിത് ഞങ്ങളോട് ക്ഷമിക്കണം. ഇത് ചേച്ചിയുടെ കുടുംബമല്ലേ? ഈ കുടുംബത്തെ രക്ഷിക്കേണ്ടത് ചേച്ചിയുടെ ചുമതലയല്ലേ? നീ എന്നെ വിട്ട് എവിടെയാണെങ്കിലും ഈ പിണ്ടം സ്വീകരിച്ച് ശാന്തമായിക്കൊണ്ട് നീ നിത്യശാന്തിയിലേക്ക് പോകൂ. ചേട്ടാ, ഇനി പിണ്ടത്തിന്റെ മേലെ ജലം തളിച്ചുകൊള്ളുക. സൗമ്യാം രത്നകടസ്ഥാം രത്നചരണാം ധ്യായത് പരാം അംബികാം. മനസ്സുകൊണ്ട് നല്ലവണ്ണം പ്രാർത്ഥിച്ച് പിണ്ടം ആറ്റിൽ ഒഴുക്കുക. നിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. താങ്ക്സ് സ്വപ്ന. നീ പ്രശ്നത്തിന് നല്ലൊരു പരിഹാരം കണ്ടു. എന്റെ പ്രശ്നം മുഴുവൻ നീ തീർത്തു തന്നു. നിന്നോട് ഞാൻ എങ്ങനെ നന്ദി പറയാ? സഹായം എനിക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. എന്തായാലും 2 കൽപ്പിച്ച് ഞാൻ ഗോപിയെ കാണാൻ പോവാ.